പടച്ചോനെ എന്ന് പറയാത്ത എന്തും നബി തങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നബിയാണെന്ന് പറയാൻ പാടില്ല, വലിയാണെന്നേ പറയാവുള്ളൂ. ഇപ്പോൾ അലിഫ് അതുപോലെ ആദിയമയത്തെ ബെയ്ത്തൊക്കെ എന്നെ കൊണ്ട് പാടിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് മഹബത്താണ്. യാ മൻ ഷാദ ബിനൽ ഈമാനി യമൻ ഹദമ ഹിമത്തുയാനി യാ സയ്യിദനൽ മംബുറമി ഐനൽ അയാനി നർജു ബറകാതിക യാ ബിഗ്യതനാ യാ ഖുതുബ സമാനി. റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നത് പല ആളുകൾ പല കോലത്തിലുള്ള ആസ്വാദനങ്ങൾ. ചില ആളുകൾ കരയുന്നത് ഉണ്ടാവും, ചില ആളുകൾ നിശബ്ദമായിട്ട് പാട്ട് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഓർമ്മകളിലേക്ക് പോയിട്ട് നിശബ്ദമായിട്ട് നിൽക്കുന്നവരുണ്ടാവും. നമ്മളെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാത്തിനേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു പ്രയോഗമാണല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ ഈ പ്രാർത്ഥനാ ഗാനം ഉണ്ടാവും, ആലം ദയാലുവാൻ, ഇത് അങ്ങനെ പാടി പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇത് ഫാത്തിഹൻ്റെ മലയാളമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അത് അന്ന് കുറേ ഉസ്താദന്മാരൊക്കെ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വേഗം ഡിലീറ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ഉസ്താദിനെ ഇത്ര അടുത്ത് കിട്ടുന്നതും ഇങ്ങനെ സംവദിക്കാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ പോഡ്കാസ്റ്റുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്കും നമ്മളെ ഉസ്താദ് കേൾക്കും, നമ്മളോടൊപ്പം ഒന്നിച്ച് ഇരിക്കുമായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉസ്താദിനോട് ഞങ്ങൾക്കും കുറേ സംസാരിക്കാനുണ്ട്. ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഞങ്ങൾക്ക് പറഞ്ഞതിനേക്കാൾ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മൾ മുമ്പും കുറേ പ്രാവശ്യം എടുത്തിരുന്നിട്ടുണ്ട്. നമ്മൾ ഗായകന്മാരുടെ സംഗമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങളെപ്പോഴും കാണുന്നതാണ്, അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമല്ലോ, നിങ്ങൾ സ്ക്രീനിൽ എപ്പോഴും വരുന്ന ആളുകളായതുകൊണ്ട്. മാഷാ അല്ലാഹ്. സാധാരണ ഉസ്താദിനെ ഞങ്ങൾ കേൾക്കലാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളാണ് കൂടുതൽ ഇങ്ങനത്തെ മാധ്യമങ്ങളെ സംഗമമൊക്കെ ഉണ്ടായപ്പോഴുണ്ടായത്. അപ്പോൾ ഞങ്ങളും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്ന ഒരു വേദി ആയപ്പോൾ ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാഹ്. ഗായകന്മാരാണല്ലോ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഗായകന്മാരെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പലതരം ഗായകന്മാരുണ്ട്. അതിൽ ഒരു ഇസ്ലാമിക ആശയങ്ങളും മഹബ്ബത്തുർ റസൂലും അത്തരം വിഷയങ്ങളിൽ പാടുന്ന ആളുകളാണ് എന്നുള്ള പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണത്. എന്താണ്, നിങ്ങൾ ഗാനരംഗത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ വർഷമായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്കതിൽ നിന്നുള്ളൊരു അനുഭവവും ഫീലിങ്ങും എന്താണ്? ഇപ്പോൾ അടുത്തായിട്ട് കുറച്ച് മുമ്പ് ഒരു ചെറിയ കുട്ടി പാടിയിട്ട് ഭയങ്കര വൈറലായ പാട്ടാണ് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എന്നുള്ളൊരു പാട്ട്. ശരിക്കും നമ്മൾ മദ്രസയിൽ പണ്ടേ പഠിപ്പിച്ചു വന്നതുപോലെ നമ്മളെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാത്തിനേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു പ്രയോഗമാണല്ലോ. ശരിക്കും കൂടുതൽ അറിയാത്ത ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, എന്തുകൊണ്ടായിരിക്കും സ്വന്തത്തെക്കാൾ മുത്തുനബിയെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ ഒരു ഇതിൽ ഒന്നുകൂടി വ്യക്തമാക്കി തന്നാൽ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി എന്നുള്ള പ്രയോഗം അതാണത്. അന്ത ഉമ്മുൻ അം അബൂ, തങ്ങളാണ് നമ്മളുടെ പിതാവോ മാതാവോ ആയിട്ടുള്ളത്. അപ്പോൾ അത് മഹബ്ബത്തുർ റസൂൽ മിനൽ ഈമാൻ, ഹുബ്ബുർ റസൂൽ മിനൽ ഈമാൻ. ഹുബ്ബുർ റസൂൽ ഇല്ലെങ്കിൽ ഈമാനില്ല. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്ത ലഹു. അപ്പോൾ എത്രമാത്രം സ്നേഹിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തരാനുള്ളത്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, മറ്റെല്ലാറ്റിനേക്കാളും
മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന്. അപ്പോൾ എന്നെ സ്നേഹിക്കണമെന്നൊരാൾ പറയുമ്പോൾ ആരും അംഗീകരിച്ചോളണമെന്നില്ല. സ്നേഹം കൊടുത്താണല്ലോ സ്നേഹം വാങ്ങേണ്ടത്. അപ്പോൾ നബിതങ്ങൾ സ്നേഹം കൊടുത്ത് തന്നെ സ്നേഹം വാങ്ങിയവരാണ്. പക്ഷേ ഒരാശയം പഠിപ്പിക്കൽ അത് റസൂലും കൂടെ ആയതുകൊണ്ട് പഠിപ്പിക്കുകയും വേണം. നബിതങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നബിയെ, എൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, ആയിട്ടില്ല, സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കണം, അപ്പോഴേ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഖത്താബ് തങ്ങൾ പറഞ്ഞു, വമിൻ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനേക്കാളും സ്നേഹിക്കുന്നു. അപ്പോൾ അൽ ആന യാ ഉമർ, ഇപ്പോൾ കംപ്ലീറ്റായി എന്ന് പറഞ്ഞു. നമ്മളെക്കാളേറെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം അത് നമുക്ക് മാത്രമുള്ളതാണ്. നമുക്കൊണ്ട് ഉപകാരം പറ്റുന്ന കുറച്ച് ആളുകളും ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നമ്മുടെ ഈ ലോകം തന്നെ ഉണ്ടാകാൻ കാരണം നബിതങ്ങളാണെന്നല്ലേ. നബിതങ്ങൾ വരുന്നത് കൊണ്ടാണ് അല്ലാഹു തആല ലോകം പടയ്ക്കുന്നത്. പിന്നെ നബിതങ്ങളാണ് നമ്മെ ശാശ്വതമായി രക്ഷപ്പെടുത്തുന്നത്. അതാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, തമാശ തോ ദേഖോ കെ ദോസഹ് കി ആതിഷ് ലഗായെ ഖുദാ ഔർ ബുജായെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു തമാശയാണിത്. നരകം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് തിരുദൂതരാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ വിശ്വാസത്തെയും അവൻ്റെ എല്ലാറ്റിനെയും നബിതങ്ങളാണ് സംരക്ഷിക്കുന്നത്. നബിതങ്ങളാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. നബിതങ്ങളിലൂടെയാണ് നാം അള്ളാഹുവിനെ അറിയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് പൂർത്തിയാകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുകയാണ്, നബിതങ്ങളെ പിൻപറ്റുകയാണ്. സ്നേഹിക്കുമ്പോൾ പിന്നെ അതുണ്ടാവില്ല. ഫാൻസിലെ അവരെ പോലെ മുടിവെട്ടും, അവരെ പോലെ വസ്ത്രം ധരിക്കും, അവരുടെ ശബ്ദങ്ങൾ അനുകരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കും. അപ്പോൾ തങ്ങളെ കാണാൻ ആഗ്രഹം ഉണ്ടാകും. പേര് കേൾക്കുമ്പോൾ അതിന് സിന്ദാബാദ് വിളിക്കും, ബഹളം വയ്ക്കും. അപ്പോൾ നബി തങ്ങളുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലും. അങ്ങനെ പിന്നെ മോഡൽ ചെയ്യാൻ ഇഷ്ടമുണ്ടാകും. അപ്പോൾ ഇന്നക്കും ലതത്തബിഊന സുനന മൻ കാന ഖബ്ലക്കും, പൂർവികരുടെ സുന്നത്തുകളെ പിൻപറ്റുക എന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അപ്പോൾ പിൻപറ്റുക, ഷിബറം ബിഷിബർ, ദിറാഅം ബിദിറാ, മുഴത്തിനു മുഴമായും ചാണിനു ചാണായും പിൻപറ്റുക. ഇതൊക്കെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഉണ്ടാകുന്നതാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കൽ പറച്ചിലൂടെ എന്ന് പറയുമ്പോൾ പറച്ചിലിൻ്റെ വിവിധ രീതികളാണ്. നാടൻ സംസാരവും കഥ പറച്ചിലും പ്രഭാഷണവും പാട്ടും ഗാനങ്ങളും കവിതയും എല്ലാം. ഈ മേഖലയിൽ ഉണ്ടാകുമ്പോഴുള്ള അനുഭവങ്ങളെ കുറിച്ച് നേരത്തെ ചോദിച്ചിരുന്നു. എന്തെങ്കിലും അനുഭവം ഉണ്ട്? ഈ ആധുനികമായിട്ട് ഏറ്റവും ഈ ആളുകൾ റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത് നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. ഈ
ആളുകൾ ചിലപ്പോൾ നമ്മൾ പാടുന്നത് സ്ഥിരം പാട്ടുകൾ തന്നെ ആയിരിക്കും, കേൾക്കുന്നവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റസൂലുള്ളാഹിനെ അനുഭവിക്കുന്നത് പല ആളുകളും പല കോലത്തിലുള്ള ആസ്വാദനങ്ങൾ. ചില ആളുകൾ കരയുന്നത് ഉണ്ടാവും, ചില ആളുകൾ നിശബ്ദമായിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഓർമ്മകളിലേക്ക് പോയിട്ട് നിശബ്ദമായിട്ട് നിൽക്കുന്നവരുണ്ടാവും. ചില ആളുകൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടുള്ള ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മതകൾ ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന ആകാംക്ഷയിൽ റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് അറിയുന്ന ആകാംക്ഷ മുഖത്ത് കാണിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ മൊത്തത്തിൽ കുറേ ആളുകളുടെ റസൂലുള്ളാഹിനെ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളത് ആസ്വദിക്കാൻ കഴിയുന്നുള്ളതാണ് ഈ മതകലയിൽ നമ്മളെ ഏറ്റവും വലിയ. ഇത് പറയുമ്പോൾ കേൾക്കുന്നതും ഒരു പ്രഭാഷണം നടത്തുമ്പോൾ കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടാകും. അതിൽ ഒരു താളാത്മകമായ ശബ്ദമാകുമ്പോൾ, മധുരമുള്ള ശബ്ദമാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ബ്രെയിന് അങ്ങ് ലയിച്ച് ചേരുകയും തലച്ചോറിലൊരു താളം രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ അതൊന്ന് ശാന്തമാക്കുകയും കൂടുതൽ കൂളാക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു ഗാനത്തിൻ്റെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയകാലം മുതലേ പാട്ടുണ്ട്, സംഗീതം. മഴ പെയ്യുമ്പോൾ ഒരു സംഗീതമുണ്ട്. ശബ്ദമില്ലാതൊരു മഴ പെയ്താൽ അങ്ങനെ ഉണ്ടാവും, ഭയങ്കര അരോചകമായിരിക്കും. അപ്പം മഴയെ ആസ്വദിക്കുന്നുണ്ട്. ഭൂമിയിൽ എല്ലാറ്റിനും ഒരു രാഗം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചൊരു കാലം കവിതകളുടെ കൂത്തരങ്ങാണെന്ന്. അന്ന് പലതരത്തിലുള്ള കവിതകളാണ്, നല്ല കവിതകളല്ല. പിന്നെ നബി തങ്ങളുടെ കുടുംബവും വലിയൊരു കവികളുടെ കുടുംബമാണ്. വല്യാപ്പ അബ്ദുൽ മുത്തലിബ് വലിയ കവിയായിരുന്നു, അബൂ ത്വാലിബ് മഹാകവിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കവിതകളിൽ ജനിച്ച ഒരാളായതുകൊണ്ട് നബി തങ്ങൾ ഖുർആനുമായി വരുമ്പോൾ ഇതൊരു കവിതയുടെ ഭാഗമാണ് എന്ന ആളുകൾ പറയാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല നബി തങ്ങൾക്ക് കവിത പഠിപ്പിച്ചില്ല. അപ്പോൾ അവിടെ വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു, തങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല, അത് ആവശ്യവുമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ കവിത ആസ്വദിക്കില്ല എന്നോ കവിത കേട്ടാൽ മനസ്സിലാകില്ലെന്നോ ഇല്ല. തങ്ങൾ കവിത ആസ്വദിച്ചിട്ടുണ്ട്, കവിത പോലെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനൻ നബിയ്യു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്. അതൊരു കവിതാരൂപത്തിൽ അങ്ങ് വരികയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഖന്തക്കിലും മറ്റുമൊക്കെ. അപ്പോൾ അത് പിന്നെ പാടുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ആ പാടുന്നവരുടെ കവിതകളെ കേൾക്കുകയും ഒക്കെ തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും സ്വഹാബത്തിൽ നിന്ന് 72 ആളുകൾ മദ്ഹ് പാടിയിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ ഒരുക്കി കൊടുക്കുകയും അങ്ങനെ തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവിടുന്ന് ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കവിതയുടെ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. മദീന മസ്ജിദിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തു എന്നതാണ്. ഖാലിദ് രാജാവിൻ്റെ കാലത്ത്, ഞാനിപ്പോൾ അടുത്ത് ഹജ്ജിന് പോയപ്പോഴും കണ്ടു, നേരത്തെയും കണ്ട ഒരാളാണ്, സ്വാലിഹ് എന്ന് പറയുന്ന ഒരു മദീനയിലെ കവിയുണ്ട്. അദ്ദേഹം സ്വാലിഹ് ഷെരീഫ്, അദ്ദേഹം പറഞ്ഞു ഖാലിദ് രാജാവ് മദീന മസ്ജിദിൽ വന്ന സമയത്ത് ആരാണ് കവിത ചൊല്ലുക എന്ന് ചോദിച്ചു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്, എനിക്ക് അവസരം കിട്ടി, ഞാൻ മസ്ജിദിൽ വെച്ച് മദ്ഹ് പാടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം 1000 കാവ്യം രചിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല പാട്ടുകാരനായിരുന്നു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ്. പിന്നെ രാജാക്കന്മാരുടെ സദസ്സുകളിലെല്ലാം തന്നെ ഈ കവിയരങ്ങുകളും കവികൾക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ മദീന മസ്ജിദിൽ വെച്ച് പാടാൻ അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും ചെയ്തു. ആ ഒരു കാര്യം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും.
പിന്നെ കവിത പാടില്ല എന്നും കവിതയെ നിരുത്സാഹപ്പെടുത്തുന്നതൊക്കെ അത് മറ്റു രംഗങ്ങളിലേക്കും മറ്റ് പൈശാചികമായ രീതികളിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്നതും വൈകാരികമായ ഉത്തേജനം ഉണ്ടാക്കുന്നതും ദുർവിചാരങ്ങളിലേക്കും വികാരങ്ങളിലേക്കും നയിക്കുന്നതുമായ കവിതകളെക്കുറിച്ചാണ് എന്ന് ഈ അനുഭവങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഉസ്താദ് പൊതുവെ പാട്ടുകൾ ആസ്വദിക്കുന്ന ആളാണോ? അതായത് നമുക്കിടയിലൊരു ധാരണ ഉണ്ട് ഉസ്താദിന് പൊതുവെ പാട്ടുകൾ അങ്ങനെ എല്ലാവരും ആസ്വദിക്കുന്ന രൂപത്തിൽ ഉസ്താദിന് അത് ഇഷ്ടാവലില്ല എന്നൊരു ധാരണ ഉണ്ടാവലുണ്ട്. ഉസ്താദിന് അങ്ങനെ ചെറുപ്പത്തിൽ ഉസ്താദ് പാട്ട് പാടിയിരുന്ന ആളാണോ? അങ്ങനെ ചെറുപ്പത്തിൽ ഏതെങ്കിലും പാട്ട് ഇഷ്ടമുണ്ടായിരുന്നോ എന്നൊക്കെ? ചെറുപ്പകാലത്ത് പാട്ടുകൾ നമ്മൾ അറിയാൻ തുടങ്ങിയ അന്ന് മുതലേ പാട്ട് കേട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അയൽവാസികളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ പാട്ട് പാടിയിട്ടാണ് നടന്നു പോവുക. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾ പാട്ട് പാടും. പിന്നെ മദ്രസയിലെ നബിദിനാഘോഷത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പാട്ടുകൾ അതെല്ലാവരും കാണാതെ പഠിക്കും. മിക്കവാറും ഒരു വർഷം ഒരു പാട്ടായിരിക്കും ട്രെൻഡായി മാറുക. അന്ന് സോഷ്യൽ മീഡിയയും മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ കേൾക്കുന്ന പാട്ടുകൾ മാത്രമാണ് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ചെറിയ പാട്ട് പുസ്തകം അത് പാടുന്ന ആളുകളാണ്. എൻ്റെ അയൽവാസികൾ നല്ല പാട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പാടും, എല്ലാ കുട്ടികളും പാടും. അത് സ്റ്റേജിൽ കയറി പാടും ചിലർ, അല്ലാതെ നടന്നു പോകുമ്പോൾ പാടും. പാട്ടൊരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പഴയ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഗുണമണിയായ റസൂലുള്ള തണി പകരും കുരുനൂറുള്ള എന്നുള്ള അതാണ് ആദ്യം കേട്ടൊരു പാട്ട് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ആ കാലത്ത് അങ്ങനെ വരുന്ന കുറേ കവിതകളുണ്ട്. പിന്നെ മർക്കസിൽ പഠിക്കുന്ന കാലത്തൊക്കെ സാഹിത്യോത്സവം പോലത്തെ മത്സരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പാട്ടുകാരനായിട്ട് സ്റ്റേജ് കയറിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. മദ്രസയിൽ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പാട്ട് പാടിയിട്ടുണ്ടാകും തോന്നുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ കവിതകളുടെ ആസ്വാദനം മലയാളികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കവിതയെ മലയാളികൾ അതിൻ്റെ ഒരു രാഗത്തെ മാത്രമാണ് ആസ്വദിക്കുന്നത്, അർത്ഥത്തിലേക്ക് മലയാളികൾ പോകാറേ ഇല്ല. അത് ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ബദറിൻ്റെ പാട്ട് പാടിയപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവിടെ ഹിന്ദുക്കളും മറ്റുമൊക്കെ വന്ന ഒരു സദസ്സിൽ അവിടെ പാട്ടുന്നത് വമ്പുറ്റ ഹംസ റളിയല്ലാഹു. അവരത് കേട്ട് ആസ്വദിക്കുന്നുണ്ട്, കാരണം അവരാ രാഗം മാത്രമാണ് ആസ്വദിക്കുന്നത്. അതുപോലെ മരണത്തിൻ്റെ പാട്ട് പാടുകയാണെങ്കിലും കേട്ടിട്ട് ആളുകൾ ചിരിക്കും, കൈയടിക്കും. ഇതെന്താണ് അർത്ഥം എന്ന് അവർക്ക് അറിയില്ല. ഈ രാഗം ശരിയല്ലാത്തതിൻ്റെ പേരിൽ കൊടുത്ത ട്യൂണ് ഒരു മൊഞ്ചില്ലാത്തതിൻ്റെ പേരിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാത്ത കുറേ പാട്ടുകളുണ്ടായിരുന്നു. നല്ല വരികളായിരിക്കും. അപ്പം അതിന് കൊടുത്ത ഉസ്താദ് പറഞ്ഞ പോലെ മലയാളികളുടെ ആസ്വാദനം ഈ രാഗം ബേസ്ഡ് ആയതുകൊണ്ട് നല്ല വരികൾ അതിൻ്റെ കറക്റ്റ് ലക്ഷ്യത്തിലെത്താതെ പോയ ഒരുപാട് നല്ല വരികൾ. അതൊരു സത്യമായിരിക്കും. ഉറുദുവിലാണ് നമ്മൾ കാണുന്നത്. ഉറുദുവിൽ ഹൈദരാബാദിൽ ഞാൻ മുഷാറയിൽ അവിടെ ഒരു വീട്ടിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഹാറൂൺ സെട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും മുഷാറുണ്ടാവും. അപ്പോൾ കുറേ വയസ്സന്മാരൊക്കെ അങ്ങോട്ട് വരും. ഓരോരുത്തരും പോക്കറ്റിൽ നിന്ന് ഒരു കടലാസം അങ്ങോട്ട് എടുത്ത് ചാടി വീണങ്ങോട്ട് പാടും. അവർ പാടുമ്പോൾ സദസ്സിലുള്ള ആളുകളൊക്കെ അതിനോട് പ്രതികരിക്കും. ചിലർ കരയും, ചിലർ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ചില ആളുകൾ ഈ കവിതയുടെ സദസ്സുകളിൽ അത് കേട്ട് അട്ടഹസിച്ച് മരിച്ചു പോകുന്നവർ വരെ ഉണ്ടെന്ന്. അങ്ങനെയുള്ള കവിതകളാണ് യഥാർത്ഥത്തിൽ സ്വാധീനം ചെലുത്തുന്ന കവിതകൾ. ഓസുൽ ആദമിൻ്റെ വരികൾ, ഔലിയാക്കന്മാരുടെ കവിതകൾ മറ്റൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിലാണ് കവിതകളാകേണ്ടത്. അപ്പോൾ അതിൽ അർത്ഥത്തിലേക്കാണ് കൂടുതൽ ചിന്തിക്കുന്നത്. ആ അർത്ഥം ഒരു തരംഗമായി മാറാൻ അതിനൊരു രാഗമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് ഇപ്പം നല്ല ലൈറ്റ് വേണം. അത് അവർ ലൈറ്റ് എത്തിച്ചാണ്ടല്ലേ, ലൈറ്റ് വേണം, മേക്കപ്പ് വേണം, ഫാബ്രിക്കേറ്റഡ് ഡ്രസ്സിങ് വേണം. അതിലേക്കാണ് ശ്രദ്ധ വരിക. അപ്പോൾ അത് പോകാതിരിക്കണമെങ്കിൽ അവിടെ വയസ്സന്മാരൊക്കെ പാടും. ഇപ്പോൾ സുലൈമാൻ ഉസ്താദൊക്കെ പാടി അങ്ങനെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ മർഹറ ഷെരീഫിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അഖ്തർ റസാ ഖാൻ മൂപ്പര് കവിത ചൊല്ലുമായിരുന്നു സ്റ്റേജിൽ നിന്നിട്ട്. മൂപ്പര് അന്നത്തെ ഏറ്റവും ടോപ്പ് സ്കോളറാണ്, അല്ലാഹു യർഹം. അത് മലയാളത്തിലില്ല. പക്ഷേ നമ്മുടെ ആലിമ്യങ്ങളും എല്ലാവരും കവിത ആസ്വദിക്കുന്നുണ്ട്. ചെറുപ്പകാലം പറഞ്ഞപ്പോൾ സുൽത്താനുൽ ഉസ്താദ് പാട്ടിനെ പിന്നെ ഏത് രൂപത്തിൽ കാണുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഉസ്താദ് പാട്ട് കേൾക്കാറുണ്ടോ എന്നൊക്കെ. അതെ, മൗലിദ് എന്ന് പറയുന്നത് കുറേ പാട്ടും പറയലുമാണല്ലോ, കവിതയും ഗദ്യവും പദ്യവുമാണല്ലോ. ഉസ്താദ് പണ്ടേ മൗലിദ് ഇടയ്ക്കിടയ്ക്ക് ഓതുന്ന ആളും ഓതിപ്പിക്കുന്ന ആളുമാണ്. വീട്ടിലെന്നും വലിയ മൗലിദ് പണ്ട് കാലം മുതലേ ഉണ്ടാവും.
അപ്പം അന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ കുറച്ചെടുത്ത് വയ്ക്കും, വർഷത്തിലൊരു വലിയ മൗലിദ് നടത്തും. അല്ലാതെയും ഇടയ്ക്കുണ്ടാകും. പിന്നെ കാന്തപുരത്ത് ദർസിൽ അന്ന് അക്കാലത്ത് വെണ്ണക്കോട് മുഹമ്മദ് മുസ്ലിയാർ മരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എൻ്റെ തൊട്ട വീട്ടിലാണ് രാത്രി ഭക്ഷണത്തിന് വരും. അവരെല്ലാം വീട്ടിൽ സംഗമിക്കും ഇഷാൻ്റെ ശേഷം. നല്ല പാട്ടുകാരനായിരുന്നു. അപ്പോൾ അന്നൊരിക്കൽ യൂസഫ് ഹാഷിം റിഫായി നമ്മുടെ നാട് സന്ദർശിച്ചിരുന്നു. അന്ന് അറബിയിൽ ഗാനം ഉണ്ടാക്കി അദ്ദേഹം സ്വാഗതഗാനം പാടിയിരുന്നു. പിന്നെ എ കാന്തപുരം എന്ന് പറഞ്ഞ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി നമ്മുടെ മടവൂർ ബാക്കുവിൻ്റെ അമ്മോശൻ, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പാട്ട് പാടിയിരുന്നു. അന്ന് പാടിയിരുന്നത് കാന്തപുരവും ഒരു സംഘമായിരുന്നു എന്ന് പറഞ്ഞു. പാട്ടെല്ലാ കാലത്തും ഉള്ളതല്ല, ഉസ്താദിന് താല്പര്യമായിരുന്നു. ഇപ്പോൾ അലിഫ് അതുപോലെ ആദിയമൈത്തെ ബെയ്ത്തൊക്കെ എന്നെ കൊണ്ട് പാടിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. കാരണം അത് ഒന്ന് ഈമാനാണ്, നൂറുൽ ഈമാനാണ്, മറ്റൊന്ന് മഹബത്താണ്. അതുകൊണ്ടായിരിക്കും ആ 3 കവിതകളും എന്നെ കൊണ്ട് തന്നെ ചൊല്ലിക്കാറുണ്ടായിരുന്നു. ചൊല്ലുന്നവരിഷ്ടവും പാട്ടുപാടുന്നവരെയും അങ്ങനത്തെ ആളുകൾ വന്നാൽ അവരെ കൊണ്ട് ചൊല്ലിക്കും, വയസ്സന്മാരായാലും. പിന്നെ ഒരു ദ്വീപുകാരനൊരു തങ്ങളുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. കുറേ കാലം അവിടെ താമസിക്കും, പിന്നെ വേറെ എവിടെയെങ്കിലും പോകും. അങ്ങനത്തെ ഒരു സെയ്തുക്കോയ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മൂപ്പര് സുബഹിൻ്റെ മുമ്പ് കുറേ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച് പിന്നെ ഉറക്ക ഖുർആൻ ഓതും. പിന്നെ മൂപ്പര് ഈ ബെയ്ത്ത് എല്ലാ ദിവസവും ചൊല്ലും. ആദിയമൈത്തെ ആണും പെണ്ണും അഖിലറിവായ. അതിപ്പോൾ നമ്മൾ മലബാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മലയാളവും വായിക്കാൻ പറ്റിയ രീതിയിലും അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അഷ്റഫ് സഖാഫി പുന്നത്ത്. അപ്പോൾ കവിതകൾ ഉണ്ടാകണം, കവിതകൾ രചിക്കപ്പെടണം. ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഫാരിസിയിലും ഉറുദുവിലൊക്കെ റുബാഴിയാത്ത് 4 വരി കവിത. അപ്പോൾ നമ്മളോടൊരു കവിത ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ആശയത്തിൽ എത്തിക്കണമെങ്കിൽ 10 വരിയാവണം, ചിലപ്പോൾ 15 വരി ആവണം. 4 വരിയിൽ ഒതുക്കിയ ആശയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ കവികളുടെ കഴിവ്. അതാണ് മസ്നവി എന്ന് പറഞ്ഞാൽ 2 വരിയാണ്. റൂമിയുടെ ഇഖ്ബാലിൻ്റെ റുബാഴിയാത്ത് 4 വരി കവിതകൾ പലർക്കും ഉണ്ട്. റുബാഴിയാത്ത് മലയാളത്തിൽ അങ്ങനെ ഉണ്ടോ? 4 വരിയിൽ മാത്രം ആശയം തീരുന്ന കവിത ഉണ്ടാവണം. അതാണ് ഓരോ സ്ഥലത്തും എഴുതി വയ്ക്കുന്നത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ മ്യൂസിയത്തിൽ കാണാം അമീർ തൈമൂറിൻ്റെ കവിതകൾ, വെറും 4 വരി. അത് ഭയങ്കര അർത്ഥമുള്ളതായിരിക്കും, ചില ഡവറിൻ്റെ മുകളിൽ എഴുതി വെച്ചത്. അപ്പോൾ നമുക്ക് കവിതയെ കൂടുതൽ ജനകീയമാക്കണം. ജനകീയമാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളതിനെ എല്ലാവരും പാടുന്ന പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലേക്ക്. വൈദ്യർ കവിതയ്ക്ക് ആ ഒരു സ്വീകാര്യതയുണ്ടല്ലോ. എത്ര വർഷമായി, പതിറ്റാണ്ടുകളായിട്ടും ഇപ്പോഴും ആക്സെപ്റ്റൻസ്. അതിൽ ജനങ്ങൾ അർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒന്ന് അർത്ഥം പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതി ഉണ്ടാണല്ലോ പഴയ കാലത്ത് കിസ്സ പറയുന്നത്. ആർജിച്ചെടുക്കുന്ന പ്രശസ്തിയേക്കാൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫെയിമാണ് ഈ പാട്ടുകാർക്ക് പെട്ടെന്ന് ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ വർഷം വരെ എവിടെയും രംഗത്തൊന്നും ഇല്ലാതിരുന്ന ഒരാൾ ചിലപ്പോൾ പെട്ടെന്നൊരു സാഹിത്യോത്സവത്തിലൂടെ അദ്ദേഹം പാടിയൊരു പാട്ടിൻ്റെ സ്വീകാര്യത്തിലൂടെ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഫെയിമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു പ്രശസ്തി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അവർക്ക് ചിലപ്പോൾ മുൻ പരിചയമൊന്നും ഉണ്ടാവില്ല, ഈ ഫെയിമായി അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഹീറോ ആയി മാറുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അതൊരു വലിയ വിഷയമാണ്. പഴയ കാലത്ത് ഇതുണ്ടാവില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ സ്റ്റാറുകൾ, ഫുട്ബോൾ സ്റ്റാറുകളും മറ്റുമൊക്കെ, അതുപോലെ തന്നെ ഓരോ രംഗത്തുള്ള സ്റ്റാറുകൾ ഉണ്ടാവുമല്ലോ, പ്രസംഗകരായാലും പെട്ടെന്ന് വരും. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലൊരിക്കലും ജനങ്ങളെ കാണരുത്. അപ്പോൾ നമുക്കൊരു 1000 ആളുള്ള സദസ്സിൽ പാടാനും 10 ആളുള്ള സദസ്സിൽ പാടാനും ഒരേ ആവേശത്തിൽ പാടാൻ കഴിയണം. അപ്പോൾ ആൾ കൂടുതലുണ്ടാകുമ്പോൾ ഞാൻ ഉഷാറാവും, അല്ലെങ്കിൽ ഒരു ഉഷാറില്ല എന്ന് തോന്നുന്നത് നമ്മൾ ആളുകളിലേക്കാണ് നോക്കുന്നത്. ഒരാൾക്ക് വേണ്ടിയും ചിലപ്പോൾ പാടണം, അപ്പോഴും അതേ ടോണിൽ തന്നെ പാടാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് പറയുന്നു, എന്ത് കാണുന്നു, എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു, ലൈക്ക് അടിക്കുന്നു, ഫോളോവേഴ്സ് കൂടുന്നു, ഇങ്ങനെയുള്ള വിഷയത്തെ നമ്മുടെ മനസ്സിനെ ഒരിക്കലും സ്വാധീനിക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രശസ്തി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ കാണുക. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്, ജനങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കുകയാണ്, അതിലൂടെ നബിതങ്ങളുടെ മഹബത്ത് എത്തിക്കുകയാണ്, ഇതാണ് ലക്ഷ്യം എന്നത് അരക്കിട്ടുറപ്പിക്കണം. ഹുബ്ബുർ റസൂലാണ് മുസ്ലിം സമൂഹത്തെ ലോകത്ത് യുണൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുരിശുദ്ധ കാലഘട്ടങ്ങളിലും
അതുപോലെ അതിനുശേഷം അധിനിവേശത്തെ ചേർത്ത് നിൽക്കുമ്പോഴും എല്ലാം ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു ഐക്യം എന്ന് ചിന്തിച്ചപ്പോൾ ഹുബ്ബുർ റസൂലാണ് ഇവരുടെ മനസ്സിൽ എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഹുബ്ബുർ റസൂൽ ഇല്ലാതാക്കുകയാണ് അവരുടെ സ്ട്രാറ്റജി. അതിനാണ് അവർ പലതരത്തിലുള്ള നവീന ആശയക്കാരെയും പടച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു മെയിൻ അജണ്ട നോക്കിയിട്ടുണ്ടോ? റസൂലുള്ളാനെ ഇകഴ്ത്തുക, വില കുറച്ച് കാണിക്കുക. ഇകഴ്ത്താന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കില്ല. വില കുറച്ച് കാണിക്കുക. സാധാരണ മെസ്സഞ്ചർ അല്ലേ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ മഹബത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഫോളോ അപ്പ് മാത്രമാണ്, സുന്നത്തുകൾ പിൻപറ്റുക, അല്ലാതെ വേറെന്താ മഹബത്ത് എന്ന് ചോദിക്കുന്ന രീതിയുണ്ട്. മഹബത്ത് എന്ന് പറയുന്നത് കേവലം ഫോളോ അപ്പ് അല്ല. ഫോളോ അപ്പ്, ഇമിറ്റേഷൻ, അത് മഹബത്തിൻ്റെ വലിയൊരു അടയാളം തന്നെയാണ്. ഇമിറ്റേഷൻ ഇല്ലാതിരിക്കുമ്പോൾ മഹബത്ത് ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇമിറ്റേഷൻ മാത്രമല്ല മഹബത്ത്, അത് മനസ്സിലുണ്ടാകുന്ന പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അത് എന്താണെന്ന് പറഞ്ഞു തരാൻ കഴിയില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. സ്നേഹം എന്നത് അത് മനസ്സിൽ കുടികൊള്ളുന്നൊരു പ്രതിഭാസമാണത്. മനസ്സിൽ നിന്നത് വരുന്ന രീതിയിലേക്ക് ആശയം കൊടുക്കുകയാണ് എന്നുള്ള നീയത്ത് നമുക്കുണ്ടായാൽ നമ്മെ അത് ബാധിക്കില്ല. അത് ഈ പാട്ടിന് എത്ര ലൈക്ക് ഉണ്ടെന്ന് ചോദിക്കല്ല, ആ ചോദ്യം ഒഴിവാക്കുക. നമ്മൾ നമ്മോട് തന്നെ പിന്നെ എത്ര ആൾ വന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് എത്രമാത്രം ഈ ആശയത്തിന് സ്വാധീനം കിട്ടിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലായി മാറുക. എൻ്റെ ശബ്ദത്തിനെന്നോ ഞാനെന്നോ ഉള്ള ആശയം ഒഴിവാക്കിയിട്ട് നമ്മളീ പറഞ്ഞ ആശയത്തിന് എത്രമാത്രം ആളുകളുടെ പിന്തുണയുണ്ട് എന്ന അർത്ഥത്തിലായിരിക്കണം അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ അറിയപ്പെട്ടു എന്ന പേരിലാകാതിരിക്കുക. ഇപ്പോൾ നമ്മളെ പാട്ടുകളൊക്കെ കൂടുതലും കുട്ടികൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ, നമ്മൾ പാടുന്നത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ വെറുതെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വെറുതെ പോയി പാടുന്ന രീതിയിൽ അല്ല, നമ്മൾക്ക് തീർച്ചയായും എന്താണ് എത്തിക്കേണ്ടത് എന്നുള്ള ഒരാശയം എത്തിക്കണം. ഇൻ ജനറൽ മഹബത്ത് എത്തിക്കുക എന്നുള്ളതിന് ആശയം ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത് ഞങ്ങൾ ഉസ്ബെക്കിൽ പോയപ്പോൾ തന്നെ ഡിന്നറിന് ഒരു കവിയരങ്ങുണ്ട്, അവിടെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഭാഷയല്ല. അപ്പോൾ ഒരു ഈജിപ്ഷ്യൻ ഒരു പണ്ഡിതൻ എൻ്റെ കൂടെ, അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ അവർ പറയുന്നത്, അങ്ങനെ പറഞ്ഞു എന്നോട്, അവർ ഇഷ്കാണ് പറയുന്നത്, അതവരുടെ ആ താളത്തിൽ നിന്ന്, അവരുടെ ആ വികാരത്തിൽ നിന്ന്, അവരുടെ മുഖത്തുനിന്നത് വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവതാരകൻ്റെ മനസ്സ് എന്താണെന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് വായിക്കുമ്പോൾ ആളുകൾക്ക് അത് കണ്ടിട്ട് മാത്രം കരച്ചിൽ വരും, ആശയമൊന്നും അറിയാതെ തന്നെ. അതേസമയത്ത് നമുക്ക് ഈ വർഷം ഇന്ന ആശയം ജനങ്ങളിൽ കൊടുക്കണം എന്ന പ്ലാനോടുകൂടി കവിതകൾ രചിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളിൽ കവിതകളിലൂടെ ആശയപ്രചരണം നടക്കണം എന്നുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടാകുന്നത് വളരെ നല്ലതാണ്. എഴുത്തുകാർ പാടൂലല്ലോ, പാടുന്നവർ എഴുതൂല്ല, രണ്ടുമുള്ളവരുണ്ട്. ഇതിനപ്പുറം ആശയം രൂപീകരിക്കാൻ വേറൊരു കൂട്ടർ വേണം. അവരോട് അത് വാങ്ങിയിട്ട് എഴുതുന്ന ആളുകൾ എഴുതണം. പുതിയ പുതിയ ആശയങ്ങൾ അല്ലേ? അതെ, പുതിയ ആശയം എന്ന് പറഞ്ഞാൽ പഴയ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പുതുതായി ഓരോന്നോരോന്ന് കൊടുക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് നിലവിലൊരുപാട് രചനകളും കവിതകളും പദ്യങ്ങളൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ നിസ്കാരം, പിന്നെ മരണം, ഖിയാമത്ത് നാൾ, ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പൊതുവെ മലയാളത്തിൽ അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രൂപത്തിൽ മലയാളത്തിലുള്ള കൃതികളൊന്നും അധികം വന്നിട്ടില്ല. റസൂലുള്ളാഹിനെ കുറിച്ചുണ്ട്, ബദർ യുദ്ധം, അങ്ങനത്തെ കിസ്സകളെ കുറിച്ചൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ പിന്നെ ആരാധന, ഫിഖുഹും അഖീദയും അഖ്ലാഖും ഒക്കെ കവിതയായിട്ട്. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ. ഫിഖ് ഒരാളൊരു കിതാബ് രചിച്ചാൽ വേറെ ആൾ അതിനെ കവിതയാക്കും. ഇപ്പോൾ സുബദ് ഇബ്നു റസ്ലാൻ, അത് കവിതയാണ്, ഫിഖാണ്. മമ്പർന്നങ്ങൾ പറഞ്ഞില്ലേ, നഫായിസുദ്ദുററി, കിതാബുൽ അദ്കിയ, ജൗഹറത്തു തൗഹീദ്, റിസ്ഖുൽ അസ്ഫിയ, 3 കവിതകളാണത്. നഫായിസുദ്ദുറർ ഫിഖാണ്, ജൗഹറത്തു തൗഹീദ് അഖീദയാണ്, കിതാബുൽ അദ്കിയ ആത്മസംസ്കരണമാണ്. ഈ 3 സബ്ജക്റ്റിലും ഈ കവിത എല്ലാവരും കാണാതെ പഠിക്കണം എന്നാണ് മമ്പറത്ത് തങ്ങൾ പറഞ്ഞത്. അത് കേരളത്തിൻ്റെ ഒരു ബേസിക് സിലബസുമായിരുന്നു. അതുപോലെ നഹ്വ് പഠിപ്പിക്കാൻ വേണ്ടി കവിതയാണല്ലോ ഉണ്ടാക്കിയത്. അൽഫിയയും തുഹ്ഫത്തുൽ വർദിയൊക്കെ ബൈഹാട്ടാക്കാൻ എളുപ്പമാണ്. അഖീദയിലുള്ളതാണ് ജൗഹറത്തു തൗഹീദ്.
ഒരുപാട് കവിതകൾ എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. മന്ത്രിൽ കവിതയുണ്ട്. മറ്റെല്ലാ പാഠങ്ങളിലും, ഇപ്പോൾ ജിയോഗ്രഫിയിലും കെമിസ്ട്രിയിലൊക്കെ കവിത ഉണ്ടാക്കുന്ന നമ്മുടെ മാഷില്ലേ, മർക്കസിലെ പ്രിൻസിപ്പൽ. അപ്പോൾ കവിതകൾ മനുഷ്യർക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. മുസ്തലഹുൽ ഹദീസിൽ 30 ബെയ്ത്ത് മാത്രമുള്ളൊരു കവിത ഉണ്ട്. അത് പഠിച്ചാൽ ആ ആശയം മുഴുവനും തലയിൽ നിൽക്കും. സീറയിലുണ്ട് അൽഫിയത്തുൽ ഇറാഖി, റസൂലുള്ളാഹിൻ്റെ സീറ പറയുന്ന 1000 ബെയ്ത്ത്. ഹദീസിൻ്റെ കഥകൾ പറയുന്ന, ആശയങ്ങൾ പറയുന്ന അൽഫിയത്തു സുയൂത്തി. അൽഫിയ എന്ന് പറഞ്ഞത് ഈ കവിതകളിലുള്ള ഒരു പ്രത്യേകതയാണത്. 1000 ബെയ്ത്തുള്ളൊരു സമാഹാരം നിങ്ങൾക്കുണ്ടാക്കാം. 1000 ബെയ്ത്ത് ഉണ്ടാക്കി എന്ന് പറയാം. പുരാണ സാഹിത്യങ്ങൾ ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആശയത്തിന് വേണ്ടി, തങ്ങൾ പറഞ്ഞത് അതാണ്, ഫിഖ്ഹ്, അഖീദ പോലുള്ള വിഷയങ്ങൾ, അതിനൊക്കെ കവിതകൾ ഉണ്ടാവുകയും അത് ആളുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പഴയ കാലത്തുണ്ട് ഈ നമ്മളെ കണ്ണ് കാണാത്ത അബ്ദുസ്സലാം മുസ്ലിയാരുണ്ടായിരുന്നു, സക്കാഫി. പരിപാടിയായിരുന്നു, കഥ കടക്കാതെ ഉറങ്ങരുതേതി നോക്കാതെ സാക്ഷിയിട്ട് കൊളുത്ത് ഉറപ്പ് വരുത്താനിട്ട്, നഖം മുറിക്കാതെ പശുവിൻ മുല പിടിക്കരുത്, നിന്റെ കൂർത്ത നഖമതിൻ വീർത്ത മുലയിൽ കോർത്തു പോകരുതേ. അത് ഫിഖാണ്, അഖ്ലാഖാണ്, ആദാബുകളാണ്. തഴവയുടെ കവിതകൾ എല്ലാം ഉണ്ട് അതിൽ. ഞാൻ ഇത്തവണ സിന്ധിൽ ചെന്നപ്പോൾ, സിന്ധ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാൽമീർ ആ ഡിസ്ട്രിക്റ്റുകൾ രാജസ്ഥാനിലെ. അപ്പോൾ അവർ പറഞ്ഞു, റാഗി പാഗി നാഡി വേദനിയ ഉക്ലാന ഉക്ലേ നഹി. അപ്പോൾ റാഗി പാഗി എന്ന് പറഞ്ഞാൽ ഈ നാടോടി കവിത ചൊല്ലുന്നവർ, നാടോടി കവിതകൾ. പാഗി എന്ന് പറഞ്ഞാൽ ഈ പാദം നോക്കുന്നവർ, കാൽപാദം കണ്ട ആളെ തിരിച്ചറിയുന്ന. നാഡീവേദ, നാടി പിടിച്ച് രോഗം പറയുന്നവർ. നിയ, നടന്നിട്ട് ഭൂമി അളക്കുന്നവർ. ഇതൊന്നും പഠിപ്പിച്ചാലുണ്ടാകുന്നതല്ല, അത് ജന്മസിദ്ധമാണ് എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഈ നാടോടി കവിത എന്ന് പറയുന്നതും പകർത്തപ്പെട്ട് വരുന്നതും ചിലത് ആട്ടിടയന്മാരൊക്കെ അങ്ങനെ നടക്കുമ്പോൾ അവർ സ്വയം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഈ കവിതകൾ വ്യാപകമാകുമ്പോൾ ആളുകളിൽ ഒരു ആശയം നന്നായി ജനിക്കും. അപ്പോൾ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ഉറുദു കവിതകളിലുള്ള ആശയങ്ങൾ നോക്കിയാൽ, ആ രീതി നോക്കിയാൽ, അതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറേ കിട്ടും. ഫാരിസിയിലും മറ്റുള്ള പല ഭാഷകളിലും അങ്ങനത്തെ സംഗതികളുണ്ടാവും. ഉറുദു കവിതകളുടെ ആശയങ്ങളെ കുറിച്ചും കൂടെ വൈഡാണെന്ന് പറയലുണ്ട്. മലയാളത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയലുണ്ട് കുറേ എഴുത്തുകാർ. അവിടെയാണ് കഴിവ് പരിശോധിക്കേണ്ടത്. എത്തിക്കാൻ പറ്റുമോ നമ്മൾ എത്രത്തോളം നമ്മൾ ഇതാക്കിയാലും നമുക്ക് ആ ആശയം ഫുള്ളായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. അവർ 2 വരി പറയുന്നത് നമുക്ക് 10 വരി വേണ്ടി വരും. മലയാളത്തിൻ്റെ ഒരു പരിമിതിയാണത്. അതാണ്, അറബിയിലൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഴുതണമെങ്കിൽ 4 വാക്ക് വേണം മലയാളത്തിൽ. നമ്മൾ ഉറുദു പാടലുണ്ട്, മലയാളം പാടലുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ കൂടുതൽ ആൾക്കാരും മലയാളം പാടാൻ ആവശ്യപ്പെടുക. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ഉറുദു പാടിയിട്ട്, ഉറുദു പാടാനല്ല ഞാൻ പറഞ്ഞത്, ഉറുദു എടുത്തിട്ട് അതേ രീതിയിൽ മലയാളം ഉണ്ടാക്കുക. ഇപ്പോൾ ഹദായിക്ക് ബഖ്ഷിഷ് ഇമാം മുഹമ്മദ് റളാ ഖാൻ്റെ, അപ്പോൾ അതിൽ ഗൗസുൽ ആദമിനെ കുറിച്ച് പറയുന്നുണ്ട്. ജോ വലി ഖബിൽ ദേ യാ ബഅദ് ഹുവേ യാ ഹോംഗെ സബ് അദബ് രഖ്തേ ഹെ ദിൽ മേ മേരെ ആഖാ തേര. അത് തന്നെയാണ് മുഹീദ്ദീൻ മാലയിൽ എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നുടെ വീട്ടിലെ പുള്ളർ അതെന്നോവർ എന്ന് പറയുന്നത്. മുർഗ് സബ് ബോൽത്തേ ഹെ ബോൽ കെ ചുപ് രഹ്തേ ഹെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എല്ലാ കോഴികളും കൂവി അണയുമ്പോൾ മുഹീദ്ദീൻ കോഴി ഖിയാമത്ത് നാളോ കൂടും അതെന്നോവർ. ഇത് ആദ്യം ഉണ്ടായത് മുഹീദ്ദീൻ മാലയാണ്, പിന്നെ ഹദായിക്ക് ബഖ്ഷിഷ് ഉണ്ടാകുന്നത്. കാരണം മൂപ്പർ ഈ നൂറ്റാണ്ടിലാണല്ലോ. പക്ഷേ ഒരേ ആശയങ്ങളാണ്. ആശയം ഒന്നാവാൻ കാരണം ഇത് തമ്മിൽ കണ്ടിട്ടല്ല, അതിൻ്റെ ഒറിജിൻ അവർ ചൊന്ന ബെയ്ത്തിന്നും ബഹജ കിതാബിന്നും അങ്ങനെ തെക്കുമില തന്നെന്നും കണ്ടോവർ, അതിൽ നിന്നാണ് 2 ആളും എടുക്കുന്നത്. ഇത് തമിഴിലുണ്ട്.
അപ്പോൾ ഇത് സിന്ധിയിലും കുർദിയിലും ജാവ ഭാഷ എല്ലാറ്റിലും ഉണ്ടാവും, ചൈനീസ് ഭാഷയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് പോയി നോക്കിയാൽ. നമ്മുടെ ഭാഷയിലേക്ക് അത്തരം ആശയത്തെ അവർ വളരെ സംഗ്രഹിച്ച് ചെയ്ത സാധനത്തെ നമ്മൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സീറ, നബിതങ്ങളുടെ സീറ പറയാം, ജന്മകാലം, അതാണല്ലോ. അതിനെക്കുറിച്ച് പാട്ടുണ്ടോ? ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ ഉണ്ടോ? ഏതാണുള്ളത്? ഈ നമ്മുടെ സാവാതടാകം പറ്റിയതും തീ കൊണ്ടും ഒക്കെ അല്ലേ. അതുപോലെ മക്കളുടെ പേരൊക്കെ ഈ ആദ്യമേത്തെ കവിതയിലുണ്ട്. അതുപോലെ ചരിത്രം മുഴുവനും കവിതയിലൂടെ പറയാം. ഉമ്മയാസിനൊരു 100 കവിതകൾ എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഈ ചരിത്രങ്ങളെല്ലാം ചേർത്തുകൊണ്ട്. അങ്ങനെ കുറേ ആശയങ്ങൾ തങ്ങൾ പറഞ്ഞ രീതിയിൽ ഇന്നെന്താണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആശയം വേണ്ടത്, അവർ മറന്നു പോകുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിൽ കവിത രചിക്കുക, അത് പാടുക, 4 വരിയിലും 6 വരിയിലും ഒതുങ്ങുന്നതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആളുകൾ കാണാതെ പഠിക്കാം. പിന്നെ അത് പഠിച്ചതിന് ശേഷം അടുത്ത 6 വരി വീണ്ടും. ഇപ്പോൾ അടുത്തിടെ നമ്മുടെ ഇസ്ലാമിക ചരിത്രമുള്ള ആശയമുള്ള കുറച്ച് പാട്ടുകൾ ഉസ്താദ് ചെറുപ്പത്തിൽ പാടിയെന്ന് പറഞ്ഞ ഗുണമണിയായ റസൂലുള്ള, അതുപോലെ വമ്പുറ്റ ഹംസ റളിയല്ല തുടങ്ങിയ കുറച്ച് പാട്ടുകൾ ഈ ഭയങ്കര മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ച് ഒരു DJ രൂപത്തിൽ ആ ഒരു പാട്ടിൻ്റെ ആശയം എന്താണെന്ന് പോലും ചിന്തിക്കാതെ ശരിക്ക് മുത്തുനബിയെ കുറിച്ചിട്ട് പാടുന്നൊരു പാട്ടാണ് എന്ന് പോലും ആലോചിക്കാതെ പല യുവാക്കളും അത് അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൽ ടൈപ്പ് ആയത് കാരണം ആ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാണ്. ഇങ്ങനെ പിന്നെ പലപ്പോഴും അവർക്കത് പഠിക്കാത്തതുകൊണ്ടാവാം, അത് കേട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു ഇൻസ്ട്രുമെൻ്റലായി മാറും മൊത്തത്തിൽ. അതായത് ഭയങ്കര ഒരു ഭയങ്കര DJ സ്റ്റൈലായിട്ട് ആ പാട്ടിനെ കൊണ്ടുവരിക, അങ്ങനത്തെ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കാര്യമില്ല. ഉസ്താദ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. അതെ, അപ്പോൾ നമ്മൾ അതല്ലാത്തത് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ അതിഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളെ കവിതകൾ കേൾക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാത്തത് എന്നാലോചിച്ച് മറ്റതും അടുത്തിട്ട് ഇങ്ങോട്ട് ആളുകൾ വരും. അപ്പോൾ അവർ ഇതിലേക്ക് വരും. പിന്നെ ചെറിയ ഉപകരണങ്ങൾ, പിന്നെ ഉപകരണങ്ങൾ കൊണ്ട് പലപ്പോഴും ആശയം കേൾക്കൂല. അതാണ് അന്ന് സുലൈമാൻ ഉസ്താദ് റയീസുൽ ഉലമ പറഞ്ഞല്ലോ, 3 മുട്ടുക, പിന്നെ പാടുക, പിന്നെ അടുത്ത മുട്ടുക, പിന്നെ പാടുക. അങ്ങനെയാണ് മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ പറഞ്ഞത്. മുട്ടും പാട്ടും ഒന്നിച്ചാകുമ്പോൾ പാട്ടിലെന്താ ഉള്ളതെന്ന് കേൾക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഉസ്താദ് ഉസ്താദിനെ തിരുവനങ്ങാടി ഉസ്താദിനെയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അനുഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പഴയ കാലത്ത് റാത്തീബ് മുട്ടേരുള്ളത് കാന്തപുരത്തൊക്കെ വരും. മൊഹീദ്ദീൻ റാത്തീബിൻ്റെ ഒക്കെ മുട്ട് വന്ന ആളുകൾ കൊയിലാണ്ടിയിൽ നിന്നും കാക്കോടിയിൽ നിന്നൊക്കെ. പിന്നെ ഒരു മദ്ഹ് പാട്ടിൻ്റെ ഒരു മുട്ട് ആരംഭിച്ചത് കൊണ്ടുറുസ്താദിൻ്റെ അവിടെ നിന്നാണ്. അത് നമ്മുടെ പയ്യന്നൂർ കാങ്കോൽ സഖാഫി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് സഖാഫിയോ മറ്റോ, അദ്ദേഹമാണ് തിരുവനങ്ങാടിയിൽ ഇത് പഠിപ്പിച്ചത്. ഞാനതിന് ശേഷം കുമ്പളയിൽ റഹ്മാനിയ ബുക്ക് സ്റ്റാളിൽ പോയി ദഫ് വാങ്ങിക്കൊണ്ടുവന്നു. എൻ്റെ യൂണിറ്റിൽ അമാനത്ത് നഗറിൽ കുട്ടികളെ പഠിപ്പിച്ചു. ഈ ഉസ്താദ് എന്നെ വന്ന് പഠിപ്പിച്ചെന്ന്. പിന്നെ കുണ്ടുറുസ്താദ് ഒരു ദിവസം വലിയ റെക്കോർഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്ന് പാടി. കുട്ടികളെ പാടാൻ എൻ്റെ സ്റ്റുഡൻ്റാണ് നമ്മുടെ അമീറിനറിയില്ല, ചാപ്പനങ്ങാടി. അമീർ പാടും, കുട്ടികൾ മുട്ടും, ഉസ്താദ് കേട്ടിരിക്കും. അപ്പോൾ അത് ആവശ്യമാണെന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പം എൻ്റെ നാട്ടിൽ ആരംഭിച്ച പരിസരങ്ങളിലൊക്കെ പിന്നെ അത് വന്നു. പിന്നെ ബാപ്പുസ്താദ്
നിമിഷ കവിയാണല്ലോ, പാടുന്നതെല്ലാം പറയുന്നതെല്ലാം കവിതയായിരിക്കും. ആ പുസ്തകത്തിന് നമ്മളെപ്പോഴും ചെമ്മാട്ട് പഠിക്കുന്നതാണ്, എപ്പോഴും കാണാറുണ്ട്. ഉസ്താദിൻ്റെ കവിതകൾ, ഉസ്താദ് തന്നെ എനിക്ക് ബുർദയുടെ തഹ്മീസുകൾ, ഇമാം ബൈദാവിയുടെ തസ്ബീഹ്, അതുപോലെ നമ്മുടെ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി അവരുടെ തഹ്മീസ്, ഇതിൻ്റെയൊക്കെ കിതാബ് എനിക്ക് ബാബു ഉസ്താദ് തന്നത്. പിന്നെ ഉസ്താദ് എഴുതിയ കവിതകൾ, അതൊരു പ്രത്യേക രാഗമുള്ളത്, അറബിയിലും വേറെ ആരും ഇല്ലാത്തൊരു സാധന. യാ മൻ ഷാദ ബിനൽ ഈമാനി യാ മൻ ഹദമ ഹിമത്തുഗ്യാനി യാ സയ്യിദനൽ മംബുറമി ഐനൽ അയാനി നർജു വിഗയത്തക യാ ഖുതുബ സമാനി എന്ന് പറഞ്ഞ കവിത ഉണ്ട്. പാടുമ്പോഴേ പാട്ട് വരുള്ളൂ. അതുപോലെ സമസ്ത 60-ാം വാർഷികത്തിന് മൂപ്പരുണ്ടാക്കിയ കവിത ഉണ്ട്. പിന്നെ ഉസ്താദ് റിയാദിൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അന്നുണ്ടാക്കിയൊരു പാട്ട്, അതിപ്പോഴവിടെ എഴുതി വച്ചിട്ടുണ്ട്. ബാപ്പു ഉസ്താദ് കവിത അല്ല, ഗാനങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം അറബിയിൽ ഇതൊക്കെ ഗാനമാണ് ശരിക്കും. അന്ന് നല്ല രാഗമുള്ള ആണ്. നിങ്ങൾക്കറിയില്ല അത്? താങ്കൾക്കറിയില്ല? യാ മൻ ഷാദ ബിനൽ ഈമാനി യാ മൻ ഹദമ ഹിമത്തുഗ്യാനി യാ സയ്യിദനൽ മംബുറമി ഐനൽ അയാനി നർജു ബറകാതിക യാ ബിഗ്യതനാ യാ ഖുതുബ സമാനി. നല്ല കവിതയാണത്. അതുപോലെ ഉസ്താദിൻ്റെ ബദരീൻ്റെ കവിതയുണ്ട്, ബദരീങ്ങളെ പറ്റിയുള്ള. എന്താണ് അതിൻ്റെ പേര്? അസ്ബാബുൻ നസർ ഫിൽ ഇസ്തിംദാദി ബി അസ്ഹാബിൽ ബദർ. അതുപോലെ ഖസീദത്തുൻ നുഅ്മാനിയയുടെ തഖ്മീസുണ്ട്. എന്താണ് നല്ല കവിതകളുണ്ടായില്ല, രസമല്ല. യുദ്ധങ്ങളെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഇസ്ലാമിലെ പടപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടുതൽ അതിനെ പ്രചരിപ്പിക്കലും അത് കൂടുതൽ പാടുക എന്നുള്ള പരിമിതികളുണ്ടോ? ചരിത്രമാണല്ലോ, ചരിത്രം പുതുതലമുറ കേൾക്കണ്ടേ. അതൊക്കെ ഇല്ലാതായി പോയാൽ ചരിത്രം ആരും അറിയാതായി പോകും. ഇസ്ലാമും മറ്റു അത് രചിച്ച ആളുകൾ നല്ല വലിയ ആളുകളാണോ ശ്രദ്ധയുള്ളവരാണോ എന്ന് നോക്കണം. ചിലത് തെറ്റായ ആശയങ്ങളോ അല്ലെങ്കിൽ ആലങ്കാരികമായി വർണ്ണിച്ചുണ്ടാക്കിയതും മറ്റൊക്കെ ഉണ്ടാകും. അങ്ങനത്തത് പാടുന്നതിന് നമ്മൾ സൂക്ഷിക്കണം. അത് ഉള്ളതായിരിക്കില്ല. അവതരിപ്പിച്ച ശൈലിയോ അർത്ഥമൊക്കെ നോക്കിയിട്ട് യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. നമ്മളെ അടുത്തുള്ള പിന്നെ പോരായ്മകളൊക്കെ ഇങ്ങനെ. അപ്പോൾ അതിന് റിസർച്ചിങ് വേണം. നിങ്ങളെ കൂട്ടത്തിൽ നല്ല ചിന്തകരും വായിക്കുന്നവരും ആശയം ഉണ്ടാക്കുന്നവരുമായ ആളുകൾ ഉണ്ടാകണം. ഇതിൻ്റെ ഇടയിൽ കർബല പാടരുത് എന്നുള്ളൊരു ഇത് വന്നിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പാടിയിരുന്നു, പുസ്തകന്മാർ പറഞ്ഞതിന് ശേഷം പിന്നെ പാടില്ല. അത് കർബലയെക്കുറിച്ചുള്ള പാട്ടുകൾ അധികവും ആലങ്കാരികവും കൂടുതൽ കൂട്ടിച്ചേർത്തതും മറ്റൊക്കെയാണ് ഉള്ളത്. കർബല എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളുടെ കൂട്ടത്തിലൊരു യുദ്ധമാണല്ലോ. അപ്പോൾ അതിനെ മാത്രം പെരുപ്പിച്ചും മികപ്പിച്ചും അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഷിയായിസത്തിൻ്റെ ആശയമുണ്ട്. അതുകൊണ്ടാണ് അത് പാടണ്ട എന്ന് പറയുന്നത്. മഹദിമാരെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ നിലവിൽ ഭയങ്കര ട്രെൻഡാണ്. അതായത് ഖദീജ ബീവിയെക്കുറിച്ച്, ഫാത്തിമ ബീവിയെക്കുറിച്ച്, ആയിഷ ബീവിയെക്കുറിച്ച് ഒരുപാട് പാട്ടുകളിപ്പോൾ ചെറുപ്പക്കാർ റീൽസിലൂടെ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത്തരം പിന്നെ മഹദിമാരെ കുറിച്ചുള്ള പാട്ടുകൾ നല്ലോണം സൂക്ഷിച്ച് വേണം പാടാൻ, ആശയം തെറ്റിപ്പോകരുത്. അതെ അതെ. ഒരു സാധാരണ പ്രേമകാവ്യം പോലെ, ഗസൽസ് പോലെ ഇത് പാടാൻ പറ്റില്ല. അതിൻ്റെ മഹത്വത്തെയും അവരുടെ ആദരവിനെയും മനസ്സിലാക്കാത്ത രീതിയിലുള്ള കവിതകളാകുന്നത് ശ്രദ്ധിക്കണം. ആശയം ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പാടാവൂ. എന്തായിരുന്നാലും
റസൂലുള്ളാഹിനെ പറ്റിയും പാടി പാടി പടച്ചോനെന്ന് പറയരുതല്ലോ. അതല്ലേ പറഞ്ഞത് ദഅമദ്ദഅതുഹുന്നസാറാ ഫീ നബിയ്യിഹിമി, പടച്ചോനെന്ന് വിളിച്ചതാണ് അവർ. അത് പാടില്ല. വഹ്കും ബിമാ ശിഅ്ത മദ്ഹം ഫീഹി വഹ്തകിമി, പടച്ചോനെന്ന് പറയാത്ത എന്തും നബി തങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഔലിയാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നബിയാണെന്ന് പറയാൻ പാടില്ല, വലിയാണെന്നേ പറയാവുള്ളൂ. വലിയ ഔലിയാക്കന്മാർ കുത്തുബുണ്ടാകും, അതിൻ്റെതായുള്ളവരുണ്ടാവും, ഓരോരുത്തരുടെ ദർജ നോക്കിയിട്ടേ പറയാവൂ. അപ്പം ഈ കവിതയിലാണ് എന്താണ് പറയുക, മദ്ഹ് ചെയ്തുകൊണ്ട് കാട് കയറുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പാട്ടിലെ വരികൾ നന്നായി ശ്രദ്ധിച്ച് അവർക്കുള്ള അദബൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പാടാമെന്നുള്ളതാണ്. പാടണം, ചരിത്രം പാടണമല്ലോ. നഫീസത്തുമാല വളരെ പ്രശസ്തമായ കവിതയല്ലേ, തബറുക്കിന് വേണ്ടി പാടുന്നത് കൂടിയല്ലേ. അപ്പോൾ ഖദീജത്തുമാല, ഫാത്തിമത്തുമാല ഒക്കെ ഉണ്ടാവാം. മാല എന്ന് പറഞ്ഞാൽ കവിത എന്നാണല്ലോ. ഈ പെണ്ണിൻ്റെ ശരീരത്തെയും മറ്റും വർണ്ണിക്കുന്നത് അത് അവരുടെ മദ്ഹ് പറയലല്ല, അത് ജനങ്ങൾക്ക് മറ്റൊരു ചിന്തയും ഒരു ഇതുണ്ടാക്കുന്നതാണ്. അതെ, അതുണ്ടാക്കാൻ പാടില്ല. വർണ്ണനകൾക്കപ്പുറം അവരുടെ ചരിത്രം, അവരുടെ തഖ്വ, അവരുടെ വിനയം, അവരുടെ ഖിദ്മാത്തുകൾ, അവരുടെ അറിവ്, അവരുടെ സേവനം ഒക്കെ പറയേണ്ടത്. എക്സാമ്പിളായിട്ട് നമുക്ക് നഫീസത്തുമാല അങ്ങനത്തെ ഒക്കെ എടുക്കുകയും ചെയ്യാമല്ലോ. അതെ അതെ. ഞാൻ മുമ്പൊരു നമ്മൾ സ്കൂളിലൊക്കെ ഈ പ്രാർത്ഥനാ ഗാനം ഉണ്ടാവും, ആലം ദയാലുവാൻ, ഇത് അങ്ങനെ പാടി പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇത് ഫാത്തിഹിൻ്റെ മലയാളമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അന്ന് കുറേ ഉസ്താദന്മാരൊക്കെ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വേഗം ഡിലീറ്റ്. ഫാത്തിഹിൻ്റെ മലയാളം കവിത ഉണ്ടാവില്ല. ഫാത്തിഹയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട കവിത ആരെങ്കിലും രചിച്ചിട്ടുണ്ടാവും. നേർക്കുനേരെ അതിൻ്റെ അർത്ഥമാണെന്ന് പറയാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ അത് പാടുന്നത് കൊണ്ട് അതിൽ എഴുതിയ ആൾ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു കുഴപ്പമില്ല. ഖുർആൻ്റെ ആശയങ്ങൾ തന്നെ അല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അത് കവിതയായി പാടാം. അത് ഒരു പദ്യരൂപത്തിൽ പാടുന്നത് കൊണ്ട് വേറെ തെറ്റുണ്ടോ, ആശയപരമായ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയാൽ പാടാം. ഖസീദത്തുൽ ബുർദയാണ് ശരിക്ക് നമ്മളെ വേദികളിൽ ഇങ്ങനെ ആലപിച്ചു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ മലയാളത്തിലുള്ള ഗാനങ്ങളും അതിൻ്റെ കൂടെ പാടി തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കുക. ഖസീദത്തുൽ ബുർദ നമ്മളെ ചെറുപ്പകാലത്തും ഉസ്താദിൻ്റെ ചെറുപ്പകാലത്തും ഒക്കെ ഉണ്ട്. ഇന്നും അൽഹംദുലില്ലാ ഒരുപാട് വേദികൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മളും പാടുന്നത്. ഖസീദത്തുൽ ബുർദയെക്കുറിച്ച് ഉസ്താദ് അതിൻ്റെ ഒരു വലിയൊരു മഹത്വം അതെന്നും. ബുർദ ഷരീഫ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മദ്ഹുർ റസൂല, ഏറ്റവും മുന്തിയതും അതാണെന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാളും വലിയ ഇമാമിങ്ങൾ രചിച്ചതും ഉണ്ടല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാപകമായ ഒരു കവിത ബുർദ തന്നെയാണ്. ഈ ഒരു കവിത എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ലോകം കേരളമാണ്, അല്ലെ മലയാളിയാണ്. അപ്പോൾ അതിനപ്പുറത്ത് അതിനേക്കാൾ വലുതുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, സിന്ധിൽ പോയപ്പോഴാണ് സിന്ധ് ഭാഷയിൽ മൗലൂദുണ്ട് എന്ന് മനസ്സിലായത്. കുർദിലെ ഭാഷയിൽ, കുർദിസ്ഥാൻ ഭാഷയിൽ മൗലൂദുണ്ട്. അവിടെയൊക്കെ വലിയ സംഗമങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബുർദ ഒരു മദ്ഹ് ഗാനവും ഷിഫയ്ക്ക് വേണ്ടി ചൊല്ലിയതുമാണത്. അപ്പോൾ അത് പുണ്യത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് ഈ ഷിഫ പോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചൊല്ലുന്ന ഈ ബുർദ മജ്ലിസിൽ ബുർദ ചൊല്ലാതെ പേര് ബുർദ മജ്ലിസ് എന്ന് പേരിടുക, കുറേ പാട്ടിങ്ങനെ പാടുക, അപ്പോൾ ആ ഭക്തി കളയുക, അങ്ങനത്തത് ഉണ്ടാവരുത്. ബുർദ ഞാൻ കണ്ടിടത്തോളം ഹൈദരാബാദുകാരാണ് ഞാൻ ആദ്യമായിട്ട് ബുർദ കംപ്ലീറ്റ് ചൊല്ലുന്നത് കണ്ടത്. ബാംഗ്ലൂരിൽ സർദാർ സേട്ടിൻ്റെ വീട്ടിൽ വെച്ച്. അന്ന് SM കൃഷ്ണ ആ സദസ്സിൽ വന്നിരുന്നു, എന്തോ ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവർക്ക് വിശ്വാസമാണ് നമ്മൾ ദുആഇന്റെ മനസ്സിൽ വന്നാൽ. അതുപോലെ പിന്നെ ഞാൻ കണ്ടത് ഈജിപ്തിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അയൽരാജ്യക്കാരായ ആളുകൾ നബിദിൻ റബീഉൽ അവ്വൽ രാവിലെ സുബഹിൻ്റെ ശേഷം ഫുള്ള് ചൊല്ലും, ആദ്യം മുതൽ അവസാനം വരെ. നമുക്ക് കുറേ കൂടി ചൊല്ലാൻ മടി വരുമല്ലോ. അപ്പോൾ അവരുടെ കൂടെയാണ് ഫുള്ള് ചൊല്ലിയിട്ട് പഠിച്ചത്. പിന്നെ കൊണ്ടൊരു ഉസ്താദ് ഒരു ദിവസം ചൊല്ലിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞ് നിർത്തട്ടെ എന്ന് വെച്ചാൽ ചെല്ലിനടുത്ത് തീർത്തളയാറ്. അപ്പോൾ നമ്മൾ ഫുള്ള് ചൊല്ലി. അതങ്ങനെ തന്നെ ചൊല്ലണം, അതിനിടയിലൊന്നും കിടത്തി കൂട്ടരുത്. ബുർദക്ക് വേണ്ടി മാത്രം ഉള്ള മജ്ലിസുകൾ ധാരാളം നമുക്ക് ഇപ്പോഴും വീക്കിലി നടക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട്.
ചെറുപ്പക്കാരായ പല നമ്മളെ പരിപാടി കാണാൻ വരുന്ന ആളുകൾക്കും ചിലപ്പോൾ ബുർദ അല്ലാതെ മലയാളത്തിലുള്ള പാട്ടുകൾ മധുഹൻ നബി കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെയും പരിപാടികൾ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന വലിയ സദസ്സുകളിലൊക്കെ അതും ഉണ്ടാകും ഇതും ഉണ്ടാകും എന്നറിയപ്പെടുന്നൊരു സദസ്സാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നല്ല കവിതകൾ നല്ല മട്ടത്തിൽ അവിടെ നിന്ന് പാടുക, നിസ്കരിച്ച് റാഹത്തായി സുന്നത്തൊക്കെ നിസ്കരിച്ച് ആളുകൾ വന്നതിന് ശേഷം ഭക്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ തുടക്കത്തിലൊരു മലയാളം ഒരു പാട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ തീർന്നതിന് ശേഷം നല്ലൊരു ദുആ, അങ്ങനെയൊക്കെ കവിതകൾ ചൊല്ലാം. ചില കല്യാണ വീട്ടിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് ഗാനമേളയ്ക്ക് പകരം അല്ലെങ്കിൽ ഒരു കുട്ടിപ്പാട്ട് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പകരം വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഇത് അല്ല, എന്തായാലും ഉദ്ദേശം എന്തായാലും മദ്ഹ് പറയുമ്പോൾ അതിന് ദോഷമല്ല. മദ്ഹിന് ഉദ്ദേശം തെറ്റിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ള സ്വലാത്തിൻ്റെ മക്കാമാണല്ലോ അതിന്. അതേസമയത്ത് കല്യാണ വീടുകളിൽ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണ വീടുകളിൽ തലേന്നും മറ്റുമൊക്കെ ഈ കണ്ടിന്യൂസ് പാട്ടുകൾ പാടില്ല. പെട്ടിപ്പാട്ടായാലും പാടില്ല, നമ്മുടേതായാലും പാടില്ല. കാരണം അവിടെ സോഷ്യലൈസേഷനാണ്. ജനങ്ങൾ വരുന്നത് പരസ്പരം കാണാനും സലാം പറയാനും കുശലാന്വേഷണത്തിനാണ്. ഇപ്പോൾ ഫുള്ള് പാട്ടായാൽ പിന്നെ വർത്താൻ പറയാൻ കഴിയില്ല. ഒരു 5 മിനിറ്റ് പാടുക, 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക, പിന്നെ ഒരു 5 മിനിറ്റ് പാടുക, പിന്നെ 10 മിനിറ്റ് ബ്രേക്ക് ചെയ്യുക, അങ്ങനെ പോകണം. അത് അല്ലെങ്കിൽ പാട്ടിന് വേണ്ടി വേറെ ദിവസം അല്ലേ, പിന്നെ ആൾക്കാർ അതിനായിട്ട് പിന്നെ അല്ല ഈ ദിവസങ്ങളിൽ വെക്കുക. പിന്നെ ഒരു പുണ്യമുള്ള സാധനം ആയതുകൊണ്ട് മറക്കത്തിന് മാത്രം ചൊല്ലുകയാണെങ്കിൽ റൂമിലിരുന്നിട്ട് എല്ലാവരും കൂടി ചൊല്ലുക, മൈക്ക് വേണ്ട. മറ്റത് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുക, കുറച്ച് ബ്രേക്ക് കൊടുക്കണം എപ്പോഴും. പരിപാടികൾ ചില പരിപാടികളൊക്കെ വളരെ ഒരുപാട് മുമ്പുണ്ടായിരുന്നു, ഒരുപാട് വൈകിട്ട് ഉള്ള അവസാനിക്കുക എന്നുള്ളത്. ഉസ്താദ് അതിന് ശരിക്കും ഒരു നിശ്ചിത സമയം വെക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പഴയ കാലത്ത് നമ്മൾ കർഷക സമൂഹമായിരുന്നല്ലോ, കച്ചവടമില്ല, സ്കൂളില്ല, ഒന്നുമില്ല. രാവിലെ ഇറങ്ങുക, കൃഷി ചെയ്യുക, വൈകുന്നേരം വരിക, ഇബാദത്ത് ചെയ്യുക, ഉറങ്ങുക. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം പരിപാടിയൊക്കെ ഇഷാൻ്റെ ശേഷമേ വെക്കുള്ളൂ, അല്ലെങ്കിൽ ഇഷാ ജമാഅത്ത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് പാതിരാത്രി വരെ വാള്, പിന്നെ ദുആ, പാതിരാത്രിക്ക് ശേഷമുള്ള ദുആ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ കൊല്ലത്തിൽ 6 ദിവസം 7 ദിവസമല്ല, കൊല്ലത്തോടും ഇല്ലാണ്. അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിലും മാറ്റമുണ്ട്. അപ്പോൾ പരിപാടികൾ അസറിൻ്റെ ശേഷത്തേക്ക് മാറി, മഗ്‌രിബ് ആകുമ്പോഴേക്ക് അവസാനിക്കുക. മഗ്‌രിബ് ഇശാൻ്റെ ഇടയിൽ കഴിയുന്നതും പരിപാടി ഇല്ലാത്തതുമാണ് നല്ലത്. അത് ദിക്ർ ദുആൻ്റെയും സ്വലാത്തിൻ്റെയും സമയമാണ്. പിന്നെ സുബഹിൻ്റെ ശേഷമാക്കുക, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ സുബഹിൻ്റെ മുമ്പാക്കാൻ പറ്റുമെങ്കിൽ ആൾക്കാർ ഇന്ന് എഴുന്നേൽക്കാനൊരു കാരണമാവും ചെയ്യും. പക്ഷെ അതൊന്നും പബ്ലിക്കിലേക്ക് വെച്ചിട്ട് നാട്ടുകാരെ ശല്യപ്പെടുത്തരുത്, ഉള്ളെന്ന് ചെയ്യുക. സുബഹിൻ്റെ ശേഷമുള്ള പരിപാടികൾ ഇനി കൂടുതലൊന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടണം, അങ്ങനെ വരണം. ഒഴിവുള്ള ദിവസമാക്കിയാൽ മതിയില്ല. റബീഉൽ അവ്വലാണല്ലോ ആസ്വാദങ്ങളുടെയും മദ്ഹിൻ്റെയൊക്കെ ഒരു വലിയ സംഗമങ്ങൾ എല്ലാ നാടുകളിലും ഈ റബീഉൽ അവ്വലല്ലാത്ത മാസങ്ങളേക്കാൾ വിപുലമായി നടക്കും. അപ്പോൾ അതിനെ ഏറ്റവും എഫക്റ്റീവായ രൂപത്തിൽ പാടുന്നവർക്കും കേൾക്കുന്നവർക്കും റസൂലുള്ളാഹിനെ ആഘോഷിക്കുന്നതിന് റബീഉൽ അവ്വലിനെ ആസ്വദിക്കുന്നവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു തീം ഉണ്ടാക്കണം. ഈ വർഷം ഇപ്പോൾ ചില പുതിയ വികലമായ ആശയങ്ങൾ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളായിക്കോട്ടെ ഇത്തവണ. അത് നമുക്ക് ഇരുന്ന് പറ്റിയ ആളുകളെ കൊണ്ട് റിസർച്ച് ചെയ്യിച്ചിട്ട് രൂപപ്പെടുത്താം. അങ്ങനെ ഈ വർഷം എന്താണോ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണയും മറ്റൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനെതിരെയുള്ള കവിതകളാണ് ഈ വർഷം ഇറങ്ങേണ്ടത്. ഇപ്പം നല്ല കവികളെ കണ്ടുപിടിക്കണം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴുണ്ട് വളരെ അറിയപ്പെട്ട ആളുകൾ, 1 or 2 ഏറ്റവും ടോപ്പ് ആളുണ്ടാവും. ഒരാശയം കൊണ്ട് കൊടുത്താൽ അദ്ദേഹം ഒരു പാട്ടങ്ങ് പാടിയ സമൂഹം നടങ്ങും, അത് ഉൾക്കൊള്ളും. ഇൻഷാ അല്ലാഹ് നമുക്ക് മലബാർ ഫൗണ്ടേഷന് കീഴിൽ ഫോക്ലോർ അക്കാഡമി ഉണ്ട് നമുക്ക്. അതുപോലെ ഫൗണ്ടേഷന് കീഴിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കീഴിൽ വേണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നമുക്കൊരു കണ്ടൻറ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം പ്രിപ്പറേഷൻ, അതിനൊക്കെയുള്ള ഒരു സിറ്റിങ്ങുകളാവാം,
പെട്ടെന്ന് ചെയ്യാം, അതെല്ലാവർക്കും കൊടുക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാവരും രചിക്കുക. നമുക്കൊരു സംഗമം വെച്ചാൽ രചയിതാക്കളുടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ രചിക്കുക, ഒരു തീം വെച്ചിട്ട് കുറേ കവിതകളുണ്ടാവുക. അപ്പം അങ്ങനെ കുറേ കവിതകൾ വരും. ഇപ്പോൾ കവിയരങ്ങിൽ കുറേ കവിതകൾ വരുന്നുണ്ട്. സാഹിത്യോത്സവങ്ങളിൽ എല്ലാ വർഷവും യൂണിറ്റ് മുതൽ ആരംഭിച്ച് സ്റ്റേറ്റിൽ നിന്ന് വലിയ വിജയം നൽകി പുറത്തിറങ്ങുന്ന ഒരുപാട് കവിത എഴുതുന്നവരും ആരംഭിക്കുന്നവരും കവിതയുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല പ്രതിഭകൾ എല്ലാ വർഷവും നൂറുകണക്കിന് പ്രതിഭകൾ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ നിലവിൽ രംഗത്തുള്ളത് എണ്ണിയാലൊന്നും വിരലെണ്ണാവുന്ന കുറച്ച് ആളുകളെ അവരൊന്നും പിന്നീട് ഈ ഒരു മേഖലയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പം മധുഗാന രചനൻ്റെ ആളുകളാണെങ്കിൽ മധുഗാന ആലാപനം ആയിട്ട് പുറത്തു വരുന്ന പാട്ടുകൾ വളരെ വിരളാണെന്നായിരിക്കില്ല താങ്കളെ പറയുന്നത്. ഈ രംഗത്തുള്ള നിലവിലിപ്പോൾ മധുഹിൻ്റെ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകളെക്കാൾ 100 മടങ്ങ് കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ് എല്ലാ വർഷവും ഇറങ്ങുന്നത്. പക്ഷെ അവരെ പിന്നെ രംഗത്ത് കാണുന്നില്ല. അവർ പിന്നെ ഒരു പ്രതിഭാ സംഗമം നടത്തിയിട്ട് അവർക്കൊക്കെ ഒരു അജണ്ട കൊടുക്കാം. അവർ പിന്നെ മ്യൂസിക് അതിലേക്ക് വേറെ രംഗത്തേക്ക് പോയിപ്പോണ്ട്. നിങ്ങൾ അവസരം കൊടുക്കാതിരിക്കുമ്പോൾ അവർ മറ്റൊരു ഭാഗത്തേക്ക് പോകും. ഒരു ഊർജ്ജം അങ്ങനെയാണല്ലോ. ഊർജ്ജത്തെ അതിൻ്റെ റൂട്ടിൽ വിടാതിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് അത് ഡീവിയേറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി ഇടയ്ക്കിരിക്കാം നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന്, റസൂലുള്ളാഹിൻ്റെ മഹബത്തിന്, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടി രചിക്കാനും പറയാനും പാടാനും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹുബ്ബ് കാരണമായി ഈമാനോടെ മരിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്.